ഹായ്, ചിലരുണ്ട് ഹസ്ബൻഡിന് കള്ള് ഒഴിച്ചു കൊടുക്കുന്ന ഒരു പ്രസ്റ്റീജ് ആയിട്ട് കാണിക്കുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഒപ്പം ഇരുന്ന് കുടിക്കുന്നത് ഒരു വലിയ ഇതായിട്ട് കാണിക്കുക എന്നൊക്കെ. ഈ മദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ലോക്കൽ വീടുകളിലൊക്കെ വൈൻ ഉണ്ടാക്കും, അത് ഡയലൂഷന് നല്ലതാണ്. അതായത് നമ്മളെ സിസ്റ്റം ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ദഹന പ്രക്രിയ അങ്ങനെ കുറെ സാധനങ്ങൾക്കൊക്കെ അത് വളരെ ഉപകാരപ്രദമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഐ ഡോണ്ട് നോ എക്സാക്ട്ലി, ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല, എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷേ പിന്നെ ചില ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ബിയർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ മൂത്ര പ്രശ്നമുള്ളവർക്ക് കുറച്ചധികം ബിയറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഈ കുടിക്കുന്നവരോട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു സാധനത്തോട് ഭയങ്കര പുച്ഛവും വെറുപ്പുമാണ്. റീസണും വേറൊന്നുമല്ല. അത് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഈ ദഹന പ്രക്രിയയ്ക്ക് സഹായകമാകുന്ന ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അച്ചാതി നാറ്റമാണ്, ഒരു വല്ലാത്ത സ്മെല്ലും. നാറ്റമില്ലാത്ത സാധനം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, ഏതായാലും എനിക്ക് കുടിക്കുന്നവരോട് നന്നായി പുച്ഛമാണുള്ളത്. കാരണം അതൊരു വലിയൊരു ക്രെഡിറ്റ് ആണെന്നും, കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും പറയാൻ സാധിക്കുമെന്നും, നമുക്ക് എങ്ങനെ വേണം ആരോടും ബിഹേവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരു തോന്നലിൽ പലരും ചെയ്യുന്ന ഒരു വൃത്തികെട്ട പ്രവൃത്തിയായിട്ടാണ് എനിക്ക് അതിനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് ഒരു യോജിപ്പുമില്ല. പിന്നെ സിഗരറ്റ് വലിക്കുക, ഇതൊക്കെ തന്നെ നമ്മൾ എന്തോ ആണ്, അല്ലെങ്കിൽ നമ്മൾ മെച്ചൂർഡാണ്, നമ്മൾ സംതിങ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി പലരും കാണിക്കുന്ന ഗോഷ്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ തന്നെ നമ്മുടെ ഹെൽത്തിന് ഇഞ്ചൂറിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ്. അപ്പം ഇത് കഴിച്ചത് കൊണ്ടോ, ഇത് കുടിച്ച് ചായ, അതായത് ഹെവി, നമ്മൾ ചായ കുടിക്കത്തില്ലേ, ആ ടീ ഇൻടേക്ക് പോലും ഒരു തരത്തിൽ പറഞ്ഞ അഡിക്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഇതിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററും അങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ കൊണ്ട് നടക്കുന്നിടത്ത് നമ്മുടെ പാർട്ട്ണർ അത് കഴിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ കൂടെ പോയി ഒരു ഷോ കാണിക്കുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് പല പെൺകുട്ടികൾക്കും തോന്നുന്നത്. വാസ്തവത്തിൽ ഞാൻ പറയട്ടെ, അത് കുടിക്കുന്നതായാലും കുടിപ്പിക്കുന്നതായാലും രണ്ടും നിങ്ങളോട് ചെയ്യുന്ന ദ്രോഹമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് കുടുംബങ്ങൾ ഇത് കാരണം തകർന്നടിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കൊരു മിനിമം ബഡ്ജറ്റിൽ ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ. അതാ പല രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ കൺട്രോൾ കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കഴിച്ച് ഷോ കാണിക്കാനായിട്ട് വേണ്ടിയിട്ട് ഇത് കുടിച്ച് തുടങ്ങുകയും പിന്നീട് നമുക്ക് ഇതില്ലാത്ത ഉറക്കം കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരികയും പിന്നെ ഇത് കഴിച്ചാലേ ഉറക്കം വരൂ എന്നൊരു ഒരു ഒരു വല്ലാത്ത നിർബന്ധിതത്തിലേക്ക് നമ്മൾ പോയി ചേരുകയും ചെയ്യും. അപ്പോൾ മാക്സിമം നമ്മളും ഇത് കഴിക്കാതിരിക്കുക, കഴിക്കുന്നവരോട് ഒരു പരിധി വരെ അവരെ നിന്നൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു പരിധി വരെ അവരെ ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. ഞാൻ ബ്ലസ്ഡ് ആണ്, എൻ്റെ മക്കൾക്കൊന്നും ഇതിനോടൊരു താല്പര്യവുമില്ല, എൻ്റെ ഹസ്ബൻഡ് ഒട്ടും കഴിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സാധനം ഇത് തന്നെയാണ്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ പല ഫ്രണ്ട്ഷിപ്പും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല. അതിന്റെ റീസൺ, നമ്മൾ സ്വബോധത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു വലിയ കേമത്തരമായിട്ടൊക്കെ പറയുന്നവരും പിന്നെ അതിനെ ഭയങ്കര ഒരു സാധനം, ഞാൻ എന്തോ സംഭവം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയാമോ? വാസ്തവത്തില് നിങ്ങളെപ്പോലെ ലോകവിട്ടികൾ വേറെ ആരുമില്ല. സ്വബോധമില്ലായ്മ വരുന്നത്, നമ്മളിപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ മരണവും ഉറക്കവും തുല്യമാണെന്ന് പറയും. ഒരു പരിധിയിൽ കൂടുതൽ ഉറക്കവും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഉറക്കത്തിനെ പോലെ മറ്റൊരു ടൈം തന്നെയാണ് നമ്മൾ ബോധമണ്ഡലം ഇല്ലാതാക്കാൻ വേണ്ടി ആ അബോധാവസ്ഥയിലേക്ക് സ്വയം പോകുന്ന ഒരു ടൈം. പിന്നെ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്യാറുണ്ട്, ചില നമ്മൾ ഡിപ്രഷനിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ വന്ന സമയത്ത് ഗുളികകൾ തരും നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. സത്യമായും കഴിക്കാറില്ല. ഒരു കാരണവശാലും ഒരു സാധനത്തിന്റെ ഹെൽപ്പോട് കൂടി എനിക്ക് എന്റെ ശരീരത്തിനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറേ ആകാറില്ല. സോ ഇതൊക്കെ കൊണ്ടായിരിക്കും എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വൃത്തികേട് തോന്നിയത്. വിവാഹം എന്ന് പറയുന്ന പവിത്രമായ ഒരു ബന്ധമായിട്ടാണ് നമ്മളെ സംസ്കാരം, അതായത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഏറ്റവും പവിത്രമായ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വിവാഹം തന്നെയാണ്. അതിൽ കൂടെയാണ് നമുക്ക് കിട്ടാനുള്ള എല്ലാ ബന്ധങ്ങളും വരുന്നത്. പല രീതിയിൽ അതിനെ പരിപോഷിക്കുകയും അതിനെ അത്രത്തോളം സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആ ബന്ധം നിലനിൽക്കുള്ളൂ. അച്ഛനും അമ്മയും ഒന്ന് റീപ്ലേസ്മെന്റ് അല്ല, പക്ഷെ ഈ ഒരു ബന്ധത്തിൽ നമ്മുടെ പാർട്ട്ണർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെ 100% നമ്മളുടെ എല്ലാ ഇൻവോൾവ്മെന്റ് അതിനകത്ത് കൊടുക്കണം. ഈച്ച് ആൻഡ് എവറി വെയർ നമ്മളുടെ 100% ഇതിനകത്ത് ഇല്ലെങ്കിൽ 1% നമ്മൾ ബാക്ക് അടിച്ചാൽ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒരു ബന്ധം.
അത് ഏറ്റവും പവിത്രമാണ്. അത് മാത്രമല്ല, ആ പവിത്ര ബന്ധം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ അനുബന്ധമായിട്ടുള്ള നമ്മുടെ മറ്റു ബന്ധങ്ങൾ നിലനിൽക്കൂ. അതിൽ കൂടെയാണ് നമ്മൾ അച്ഛനാകുന്നത്, അതിൽ കൂടെയാണ് നമ്മൾ അമ്മയാകുന്നത്, നമ്മൾ മരുമകളാകുന്നത്. അങ്ങനെ ഒരുപാട് റിലേഷൻ അതിൽ കൂടെ വരും. അത് നഷ്ടപ്പെട്ടു പോകാതെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു കടമ ഓരോ മനുഷ്യർക്കുമുണ്ട്. വിവാഹത്തിനെ അംഗീകരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം ഇതിനകത്തില്ല. പക്ഷെ നോർമലി സ്ത്രീകൾ വളരെ സെൻസിറ്റീവാണ്. ഈ ഒരു വിഷയവും താലി എന്നൊക്കെ പറയുമ്പോൾ കുറെ അധികം പേർക്കുള്ള സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സംഗതി തന്നെയാണ്. അങ്ങനെയുള്ളവർ ആ വിവാഹത്തിൽ ഹസ്ബൻഡ് ആയി വരുന്ന, പാർട്ട്ണറായി വരുന്ന കോമാളി പേക്കൂത്തുകൾക്ക് കൂട്ടു നിൽക്കാതിരിക്കാനുള്ള മാനസിക വലുപ്പം കാണിക്കുക. എല്ലാം എല്ലാവർക്കും ഓക്കെയാണ്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ വിവാഹ സമയത്ത് കുറെ കോമാളി കൂത്തുകളൊക്കെ കാണിക്കുള്ളൂ. സത്യത്തിൽ ഇതൊക്കെ നിങ്ങളുടെ ആ ഏറ്റവും പ്രിഷ്യസ് ആയ ടൈം നശിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ന്യൂജൻ ആണോ അല്ലെ ഓൾഡ് ജൻ ആണോ എന്നുള്ളതൊക്കെ സെക്കൻഡറിയാണ്. നമ്മളൊക്കെ എന്തുകൊണ്ട് ആൽബം ഉണ്ടാക്കി സൂക്ഷിക്കുന്നു? നമ്മൾ എന്തുകൊണ്ട് ഈ വീഡിയോ, ഒരു ദിവസത്തേക്കുള്ള ഈ വീഡിയോ നമ്മൾ പിടിച്ച് എന്താ ചെയ്യണം? എത്ര രൂപയാണ് നമ്മൾ ചെലവാക്കുന്നത്? പക്ഷെ ഇതൊക്കെ സ്വീറ്റ് മെമ്മറീസ് ആണ്. ഈ മെമ്മറിയൊക്കെ നമ്മളുടെ ഏറ്റവും സന്തോഷമുള്ള, നമ്മുടെ ലൈഫിന്റെ ഒരു ടേൺ പോയിന്റ് ആണ്. ആ സമയത്ത് ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിച്ച് വൈറലാകാൻ വേണ്ടി പോക്കർത്തരം കാണിച്ചു എന്നതിനപ്പുറം എനിക്കിത് കണ്ടിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ല, എന്റെ ഒബ്ജക്ഷൻ സീരിയസ്ലി അതെനിക്ക് പറയണമെന്ന് തോന്നിയ പെൺകുട്ടിയോട് വളരെയധികം സഹതാപമാണ് തോന്നിയത്. ഓരോ പെൺകുട്ടികൾ കുടിയനായ ഭർത്താവിൽ നിന്ന് അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പെടുന്ന കഷ്ടപ്പാട് കാണുമ്പോൾ ഇവൾക്ക് ഭ്രാന്താണെന്ന് എനിക്ക് തോന്നിയുള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ ഒരു റിലേഷൻഷിപ്പുമായി ഞാൻ മുൻപോട്ട് പോകില്ല എന്ന് പറയുന്നവൾ മിടുക്കി തന്നെയാണ്. കാരണം അവൾ രക്ഷപ്പെടുത്തുന്നത് ആ മനുഷ്യനെയാണ്. നീ കുടിച്ചോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നവൾ എത്രത്തോളം ക്രൂവലാണെന്ന് ഓർത്തു നോക്കണം. ഇത് കഴിച്ചാൽ അവന്റെ ശരീരത്തിന് കേടാണ്, അല്ലെങ്കിൽ അവന്റെ ബോധം കഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവന് ഒരു ചെറിയ മാനസിക സുഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവൻ സമൂഹത്തിന് അവന്റെ വില വളരെ കുറയും. ഗ്രാജുവലി അവൻ ഇതിന് അഡിക്റ്റഡ് ആകും, അവന്റെ ജീവിതം നഷ്ടപ്പെടും എന്നൊക്കെ തിരിച്ചറിവുള്ള പെണ്ണ് വീണ്ടും അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അവളല്ലേ അവന്റെ ഏറ്റവും വലിയ ശത്രു. തിരിച്ചാണെങ്കിലും പെൺകുട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും സ്നേഹത്തോടെ പിന്നെയും നീ കുടിച്ചോ, ഞാൻ ലിബറൽ മെന്റാലിറ്റി ആണ് എന്ന് പറയുന്ന ആണുങ്ങളും സെയിം തന്നെയാണ്. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്, ഇങ്ങനെയൊന്നുമല്ല നമ്മളൊരു ജീവിതം കൊണ്ടുപോകുമ്പോൾ ചെയ്യുന്നത്. അപ്പൊ ഞാനിത് സദാചാരമാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഈ ഒരു വിഷയത്തിൽ എനിക്ക് സദാചാരമുണ്ട്. ഈ ഒരു വിഷയത്തിൽ 100% സദാചാരവാദി തന്നെയാണ് ഞാൻ. ഇങ്ങനെ ഒരു വൃത്തികേടിനെ അനുകൂലിക്കാനും മാത്രമുള്ള മാനസിക വലിപ്പം എനിക്കില്ല. കള്ള് കുടിക്കുക, കഞ്ചാവടിക്കുക, സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ഒരു മോഡേണിസത്തിന്റെ മറ്റൊരു പേരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എതിർപ്പുണ്ട്. അതല്ല അങ്ങനെ. ചില പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ ഡ്രസ് കോഡ്, അവർക്ക് കുറച്ച് ബിക്കിനി ലെവലിലൊക്കെ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ന്യൂജനായി, അല്ലെങ്കിൽ അതിനോടും എനിക്ക് യോജിപ്പില്ല. നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ബിക്കിനിയാണ് നിനക്ക് ഇടാൻ തോന്നുന്നെങ്കിൽ ഇടാം, ഒരു കുഴപ്പവുമില്ല. കംഫർട്ട് സോൺ, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എനിക്കിപ്പം ചില ദിവസങ്ങളിൽ ശാരീരിക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് ഇന്നർ ഇട്ടുകൊണ്ട് നടക്കാൻ താല്പര്യമുണ്ടാകത്തില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ ഇന്നർ ഇല്ലാതെയൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ കംഫർട്ട് സോണാണ്. അത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളത് എന്തായാലും അതിനുള്ള റെമഡിയൊക്കെ ചെയ്തിട്ടും അപ്പോഴും നമ്മൾ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടും. സിലിക്കോൺ അല്ലെങ്കിൽ കുറച്ച് സിൽക്ക് ടൈപ്പിലുള്ള ഡ്രസ്സ് എടുത്തില്ല, കോട്ടൺ ബേസ്ഡ് ഇടും. അപ്പൊ അതൊക്കെ നമ്മളുടെ ചോയ്സ് ആണ്. പക്ഷേ അതാണ് ലിബറലിസം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് തെറ്റ് എന്നാണ് പറഞ്ഞത്. ഏത് കാര്യം പറയുമ്പോഴും സദാചാരവാദമാണോ അല്ലെങ്കിൽ സദാചാരം പറയുന്നു എന്നൊക്കെ ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ ചില സദാചാരം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു വൃത്തികേട് കൊണ്ട് ചിലപ്പോൾ ടൈം പാസ് അല്ലെങ്കിൽ അവർക്കൊരു ഭയങ്കര സന്തോഷമാണ് തോന്നുന്നെങ്കിൽ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് ഇതാണ് ശരിക്കുള്ള ഹീറോയിസം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു മോശം മെസ്സേജ് കൊടുക്കുക തന്നെ ചെയ്യും. പിന്നെ പൊട്ടന്മാർ ഇതിന്റെ അപ്പുറം കാണിക്കാതെ നമ്മൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ലോ. എന്നാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് പാവം സത്യമായിട്ട് ആ പെൺകുട്ടിയുടെ സഹതാപം മാത്രമാണ് തോന്നിയത്. ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലുള്ള വൃത്തികേട് കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൽ നിന്ന് കരകയറാൻ അവരെ സഹായിക്കാൻ പോലും കഴിയാതെ ഇതെങ്ങനെ ഒഴിവാക്കും എന്നുള്ളത് മനസ്സിലാക്കാതെ ഇപ്പൊ സീതത്തോടിലുള്ള ഒരു പെൺകുട്ടി കാണിക്കുന്നത് കണ്ടില്ലേ, അവൾക്ക് എത്ര പ്രയാസപ്പെടേണ്ടി വരുന്നുണ്ട്. അവളുടെ ഭർത്താവിന്റെ കുടി ഒന്നുകൊണ്ട് മാത്രമാണ് ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടു പോയത്. അവളുടെ അച്ഛനും കുടിക്കും. അത് എന്റർടൈൻ ചെയ്ത മകൾക്ക് ഹസ്ബൻഡിനെ വിലക്കാനുള്ള അധികാരം ഉണ്ടായിട്ടുണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആദ്യകാലങ്ങളിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കണമായിരുന്നു. സാധിച്ചില്ല. അത് സാരല്ല, ആണുങ്ങളല്ലേ കുടിച്ചോളും എന്ന് പറയും. ഇപ്പൊ നമ്മുടെ വീട്ടിലെ എന്റെ കുട്ടികളുടെ കാര്യം പറയാം, പുറത്തേക്ക് പോകുന്നു ഒരു ഫംഗ്ഷന്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഞാൻ നോന്ന് തന്നെ പറയും. കുടിച്ചു കഴിഞ്ഞാൽ എന്നെ ഉമ്മ എന്ന് വിളിക്കണ്ട, അതാണ് എനിക്കിഷ്ടം. കാരണം
ബോധമില്ലാത്ത ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള മാനസിക വലിപ്പം എനിക്കില്ല. ബോധം മറയുന്നതാണത്. ഒരുതരം അനസ്തീഷ്യ തന്നെയാണത്. അത് താല്പര്യമേ ഇല്ല. അത് അൺനെസസറിയാണ്. താല്പര്യമില്ലാത്ത ഒരു സാധനം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കുടിക്കുന്നതല്ല നമ്മുടെ ലിബറൽ സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ എന്തോ മെച്ചൂരിറ്റി നേടുന്നത് മദ്യപാനത്തിലൂടെയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുജനത്തിനുണ്ട്. അത് ഭയങ്കര ബോറാണ്. സിനിമകളിൽ പോലും അത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നാറ്. ഒരു പ്രത്യേകതരം ലെവൽ ഓഫ് ഇത്. പിന്നെ ഞാൻ അല്ലാതെ കേട്ടിട്ടുണ്ട് കേരളം മുഴുവൻ താമരകളുടെ ഏരിയ ആണെന്ന്. ശരിയാണ്, മിക്കവാറും വെള്ളത്തിലാണ് ഇവിടെ. 8 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങേണ്ട ആടി ഒളിഞ്ഞ് നടക്കുന്ന പല കോലങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ബിവറേജിൽ നിൽക്കുമ്പോൾ ഇവരുടെ ഒരു ഒബീഡിയൻസ് അത് നോട്ടഡ് ചെയ്യേണ്ട കാര്യമാണ്. വേറെ ഒന്നിലും ഇല്ലാത്ത ഒരു സമാധാനം ഇവർക്ക് അതിനകത്തുണ്ട്. അത്രയും തഞ്ചപ്പെട്ട് അത്രയും കഷ്ടപ്പെട്ട് നിന്നുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ട് അർമാദിക്കും. എന്തായാലും മദ്യപാനികൾക്ക് എൻ്റെ ഈ വാക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ റിയലി എനിക്ക് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ പറയാൻ സാധിക്കും, ഒരു പെണ്ണും ഇതിനെ എന്റർടൈൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം ഇതിൽ കൂടെ നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സമാധാനമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഇത് നിങ്ങൾ അലൗഡ് ചെയ്യരുത്. എന്ത് അറ്റം വരെ പോയാലും സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു സാധനത്തിന്റെ തെറ്റുവശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ചെയ്യിക്കരുത്. വൈൻ കഴിക്കുന്നത് തെറ്റല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം അല്ലെങ്കിൽ അതിനെന്തോ ഒരു ഇതാണ്, പഴച്ചാറുകളല്ലേ എന്നുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി വരെ, അതായത് റെഡിമെയ്ഡിന്റെ കാട്ടിയും നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്നതൊക്കെ കുറച്ച് ഓക്കെയാണ്. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ് മറ്റത് പരമ ബോറാണ്, ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം.